എല്ലാവർക്കും സ്വാഗതം. അങ്ങോട്ട് പോകും ഞാൻ വരാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ തായ്ലാൻഡിൽ നിന്നിട്ട് ഒന്നാമത്തെ ദിവസം പട്ടായയിലാണ് നമ്മൾ താമസിക്കുക. അപ്പം ഇവിടുത്തെ ഹോട്ടലിലാണ്. അപ്പം ഞങ്ങൾ ഇന്ന് രാവിലെയാണ് ലാൻഡ് ചെയ്തത്. അപ്പോൾ ഫ്രഷായി കുളിച്ചു, കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. ഇനിയിപ്പം ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഈവനിങ് വരെയുള്ളൊരു വീഡിയോ ആയിരിക്കും എടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാം കേട്ടോ. എന്തൊക്കെയാണ് നോക്കാം. ഇന്ത്യൻ മെനു ഒക്കെ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല, എന്നാലും നമുക്ക് നോക്കാം. ഇന്ത്യൻ മെനു ഉണ്ടാകുമായിരിക്കും മിക്കവാറും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ലഞ്ച് ഐറ്റംസ് അടയ്ക്കാൻ നോക്കാം. നമ്മുടെ ഹോട്ടൽ കേട്ടോ. ഹോട്ടലിൻ്റെ തൊട്ടപ്പുറത്ത് കണ്ട് ഫ്ലൈറ്റ് കിടക്കുന്നത് കണ്ടോ? ഓ ഗോഡ്, അത് പ്രൈവറ്റ് ആയിട്ടുള്ള ആരെങ്കിലായിരിക്കും, അതായിരിക്കും അങ്ങനെ കിടക്കുന്നത്. നമുക്ക് എവിടെ പോകണം? അപ്പോൾ ഇതാണ് ഹോട്ടലിൻ്റെ പൂൾ സൈഡ് കേട്ടോ. ഇവിടെയാണ് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതാണ് നമ്മുടെ ഹോട്ടൽ. വരുന്നു. ഇതാണ് കേട്ടോ പൂള്. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? ഓരോരുത്തർ കിടക്കുന്നത് കാണുമ്പോൾ എന്താ പറയുക, ട്രാവൽ ഏജൻറ് ഗൈഡ് വന്നിട്ടാണ് നമ്മളെ ഫുഡ് കഴിക്കാൻ വന്നത്. അതായത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് കൊണ്ടുപോകുന്നത്. അവരുടെ കാറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പിന്നെ ഇവിടുന്ന് ലഞ്ച് കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബീച്ചിലോട്ടാണ് പോകുന്നത്. അതാണ് പ്ലാനിങ്. അപ്പോൾ ഇന്നത്തെ ഡേയിൽ ഇത്രയും പരിപാടികളാണ്. അപ്പോൾ നമുക്ക് ലഞ്ച് ചെയ്യാം. ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്, മുംബൈ. ഇതാണ് നമ്മുടെ ഫുഡ് കേട്ടോ. റൊട്ടി, റൈസ്, പനീർ സബ്ജി, ചിക്കൻ കറി, രസം. അപ്പം ഇവിടെ ഒരുപാട് ഇന്ത്യൻസ് ഉണ്ട്. ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ അത്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. അമ്മ, ഫുഡ് എങ്ങനെയുണ്ട്? എല്ലാം കണക്കാ. അല്ല, പട്ടിയിറച്ചി വേണോ? വേണ്ട, അതിലും ഭേദം ഇതല്ലേ. ഓക്കെ. ഹലോ. അപ്പോൾ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചു. വലിയ കുഴപ്പമില്ലാത്ത ലഞ്ചായിരുന്നു. പക്ഷേ ഇവിടെ ഇതെല്ലാം കിട്ടുന്നുണ്ടല്ലോ. പട്ടിയിറച്ചി എന്തായാലും അതില്ല. എന്താണെങ്കിലും ഓക്കെ എന്ന് പറയാം. കഴിച്ചു. പക്ഷെ ഭയങ്കര വിശപ്പം നമ്മളിങ്ങനെ റൂമിലിരിക്കുമ്പോൾ. ചേട്ടായി ഇപ്പോൾ കൊച്ചിന് വേണമെങ്കിൽ എല്ലാം എന്തായാലും വാങ്ങിച്ച് വെക്കും. ഇവിടെ നിന്ന് സ്നാക്സ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി ഒരു ഷോപ്പിൽ വന്നിരിക്കുക കേട്ടോ. നമ്മൾ ലഞ്ച് കഴിച്ച റെസ്റ്റോറൻറ്റിൽ തൊട്ടടുത്തൊരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് പോലെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി. അത്യാവശ്യം കുറച്ച് ഈ പിള്ളേർ ഭയങ്കരമായിട്ട് വിശപ്പെന്ന് പറയുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. എത്ര? ആണോ? ഇവിടെയാണ് നാളത്തെ പരിപാടി, അൽക്കാസർ ഷോ. ഇവിടെ എന്തൊരു ഷോ ഉണ്ട്. ആ ഷോ നടക്കുന്ന സ്ഥലമാണിത്. അപ്പോൾ അതേണ്ട എല്ലാവരും പോവുകയാണ്. ഇതാണ്ട് ഞങ്ങൾ പട്ടായ ടൗണിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പട്ടായ ടൗൺ, പട്ടായ സെൻറ്റർ എന്നൊക്കെ പറയാം. നമ്മൾ ഹോട്ടലിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അവൾ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് വണ്ടിക്കൂലിയൊക്കെ തന്നു. വണ്ടി വിളിച്ച് പൊക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഈ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ്. ഇതാണ് ഫുഡ് സ്ട്രീറ്റാണ് കേട്ടോ. ഈ കാണുന്നത് ഫുഡ് സ്ട്രീറ്റാണ്. അപ്പം ഇതിൽ നമ്മൾ ഈ സ്ട്രീറ്റിൽ നമ്മൾ വരുന്നുണ്ട്, വൈകിട്ട് വരുന്നുണ്ട്. വൈകിട്ട് ബീച്ചിൽ പോയതിന് ശേഷം നമുക്കിവിടെ വരാം. ഒരുപാട് ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ കാണാം. നല്ല വെയിലാണ്. ഇവിടെയെല്ലാം ഇപ്പോൾ ഈ ഡേ ടൈമിൽ അധികം ഒന്നും ഓപ്പൺ ആവത്തില്ല.
എല്ലാം ഒരു ഈവനിങ് ടൈമിലാണ് സംഭവങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഈവനിങ്ങിൽ ഇറങ്ങാം. നമ്മളെന്തായാലും ബീച്ചിൽ പോകുന്നുണ്ട്. അപ്പം ബീച്ചിൽ പോകുമ്പോൾ നമുക്ക് ഇവിടുത്തെ അടിപൊളി കാഴ്ചകളൊക്കെ കാണാം. അപ്പം ഇപ്പം നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നമ്മൾ റൂമിലോട്ട് നടക്കുകയാണ്. ഇല്ല, വീഴത്തില്ല. നല്ല വെയിലാണ് കേട്ടോ, അടിപൊളി വെയിലാണ്, നല്ല ചൂടാണ് വെയിലിന്. ഈ കാണുന്നതാണ് ഒരു എന്താ പറയുക, വോക്ക് സ്ട്രീറ്റ് എന്നൊക്കെ പറയാം. ഇതല്ലേ ആണെന്ന് പറഞ്ഞേ അല്ലേ? ആ ഓക്കെ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കാണുന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ ബാറും പബ്ബും ഒക്കെ ഉള്ളതാണ്. കുറേ പേര് അവിടെ നിരന്നിരിപ്പുണ്ട്. ഇത് നല്ല രസമുണ്ട്. ഞങ്ങൾ കാപ്പിയും കേക്കും കഴിക്കാം കേട്ടോ. അടിപൊളിയാണ്. ഭയങ്കര സോറാണ്. സൂപ്പർ, നല്ല സോഫ്റ്റ്. ഹായ് ഗായ്സ്, ഞങ്ങൾ അതിൻ്റെ ബീച്ച് സൈഡിലോട്ട് പോവുകയാണ്. അതായത് പോകുന്ന വഴി നമ്മുടെ ഹോട്ടലിൻ്റെ അവിടുന്ന് പിന്നെ നമ്മൾ വേറൊരു റൂട്ടിനാണ് പോയത്. ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടെ ബാറും പബ്ബും ഒക്കെ ഉള്ളത്. ഞാൻ ഒരു ഏരിയ കാണിച്ചു തരാം. വീഡിയോഗ്രാഫി എനിക്ക് എടുക്കാൻ പറ്റുന്നല്ല, ആരെങ്കിലും വന്ന് തട്ടിപ്പിടിച്ചുകൊണ്ട് പോയാൽ തീർന്നു. അപ്പം ലെറ്റ്സ് സീ. നമ്മൾ നിൽക്കുന്നത് പട്ടായ ബീച്ചിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബീച്ച് സൈഡൊക്കെ നിങ്ങൾ കണ്ടല്ലോ, ഒരുപാട് ആൾക്കാരുണ്ട്. എന്താ എങ്ങനെയാണ് വിവരിക്കേണ്ടതെന്ന് എനിക്ക് ഒരു വാക്കുപോലും പറയാൻ കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് എന്താ പറയുക ആക്ടിവിറ്റീസുകളുണ്ട്. ബീച്ച് സൈഡ് ആക്ടിവിറ്റീസ്, അതായത് പാരച്യൂട്ട്, പാരാസെയിലിംഗ്, ഗ്ലൈഡിങ്, അങ്ങനെയൊക്കെ തുടങ്ങിയ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരു കാര്യം ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്താ നോക്കട്ടെ, എടാ അറിയില്ല. ഹലോ, ഞങ്ങളിതേണ്ടേ ബീച്ചിൽ വന്നിട്ട് പിന്നെ എന്താ പറയുക, ഇതിൻ്റെ പേരെന്ന് ജെറ്റ് സ്കെയിൽ ചെയ്യാൻ പോകണം. ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. പിള്ളേരും ആദ്യം ജോഹാനും ചേട്ടായും കൂടിയാണ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം അമ്മയും ഹന്നമോളും കൂടെ ചെയ്യും. നമുക്ക് ചേട്ടായി കൊച്ചിനെ നോക്കണേ. ചേട്ടായി വീണാലും കുഴപ്പമില്ല, കൊച്ചിനെ. അന്ന ഓടിക്കോ, ഓടിക്കോ. ഓ മൈ
മൈ ഗോഡ്, ഓ മൈ ഗോഡ്. അതിനൊക്കെ വീടുകളിൽ വളർത്തുന്ന ഇത് വരുന്നു. ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. അമ്മയും ഹന്നാമോളും കൂടെ ജെറ്റ് സ്കെയിൽ ചെയ്യാൻ പോവാണ് കേട്ടോ. ജെറ്റ് സ്കെയിൽ ചെയ്യാൻ പോവാണേ. അപ്പോൾ